കാലം പോയ പോക്കെ നമ്മുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നു. 3-2 ഭൂരിപക്ഷത്തോടെ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് റിപ്പബ്ലിക് TV ആണ്. എന്ന് മാത്രമല്ല, കാശ്മീരിലും കോൺഗ്രസ് മുന്നണി വരുമെന്നും ജമ്മുവിൽ BJPക്ക് മുൻതൂക്കമുണ്ടെന്നുമാണ് പറയുന്നത്. എന്നാൽ ഇനി ജാർഖണ്ഡ് വരാനുണ്ട്, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയുമുണ്ട്. ഏതായാലും ഹരിയാന പൊത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും സ്വാധീനം ചെലുത്തുന്നതാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഹരിയാനയിൽ ഒറ്റത്തവണയായി ഇലക്ഷൻ പൂർത്തിയായി. ജമ്മുവിലും കാശ്മീരിലും നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. ഏതായാലും ആ ആദ്യഘട്ട 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്സിറ്റ് പോൾ ഫലം ഇന്ന് പുറത്തു വന്നു. എക്സിറ്റ് പോൾ ഫലം സാധാരണ പുറത്തു വരുമ്പോൾ എപ്പോഴും പൊട്ടിത്തെറിക്കാറുള്ള, അലറി വിളിക്കാറുള്ള ചാനലുകളിലൊന്നാണ് നമ്മുടെ റിപ്പബ്ലിക് TV. അതിൽ നമ്മുടെ അർണബ് ഗോസ്വാമിയൊക്കെ അന്ന് സവിശേഷമായ പേരുകളിലാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയെയും ഒക്കെ വിളിക്കുന്നത്. എന്തൊരു തുള്ളിച്ചാട്ടവും വെപ്രാളവുമാണ്. എന്നാൽ ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ കണ്ടതുപോലെ തറപറ്റെ BJP വീഴുമെന്നും 3-2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുമാണ് പറയുന്നത്. വ്യത്യസ്ത ചാനലുകൾ പല നമ്പറുകൾ പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 60 സീറ്റ് മറികടക്കും എന്നാണ് പറയുന്നത്. 18-20 സീറ്റായിരിക്കും അത്രേ BJPയുടെ ടാലി. പിന്നെ നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിക്ക് 1-2 കിട്ടും, ആം ആദ്മിക്കും അതുപോലെ തന്നെ 1-2 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെയും കോൺഗ്രസ് മുന്നണിയുടെയും തിരിച്ചുവരവ് അത് കുറച്ചുകൂടി പ്രസക്തമാക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലം. പിന്നെ അതുപോലെ തന്നെ കാശ്മീരിൽ അവിടെ സഖ്യമായി മത്സരിക്കുന്ന ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരുമെന്നും ജമ്മുവിൽ BJPക്ക് മുൻതൂക്കം കിട്ടുമെന്നുമാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അനാലിസിസിൽ പറയുന്നത് ജമ്മു പൊതുവിൽ ഈ പറഞ്ഞ ഒരു ആൻറ്റി പഴയ കാലത്തെ പണ്ഡിറ്റ് വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു ആൻറ്റി മുസ്ലിം ഫീൽ ഉള്ളതുകൊണ്ട് ഈ കോൺഗ്രസ് അങ്ങനെ ഒരു സഖ്യം ഈ കാശ്മീരിൽ ഉണ്ടാക്കിയത് ജമ്മുവിലെ ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. തനിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തൽ പറയുന്നുണ്ട്. ഏതായാലും ആകെയുള്ള സ്ഥിതി അതാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, രാജ്യസഭയിൽ കുറച്ചുകൂടി വരും വർഷങ്ങളിൽ BJP പ്രതിരോധത്തിലാവും. ബില്ല് പാസ്സാക്കിയെടുക്കാൻ 2 സ്ഥലങ്ങളിൽ സെപ്പറേറ്റായും കഴിയില്ല. സംയുക്ത പാർലമെൻറ്റ് വിളിച്ചാൽ പോലും ഭൂരിപക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി ഗൗരവമുള്ളതായി തീരുന്നതിന് ഈ ഫലം ഒരു കാരണമാകും എന്ന് മാത്രമല്ല, BJPയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ വിലപേശൽ കുറച്ചുകൂടി വലുതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ മോഡി തരംഗം അല്ലെങ്കിൽ വേവ് എന്നൊക്കെ പറയുന്നത് എങ്ങും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഹരിയാനയിലൊന്നും അധികം യോഗം പോലും നടത്തിയിട്ടില്ല എന്നതാണ് വാർത്ത.